ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇറച്ചിക്കറിയെ തോൽപ്പിക്കുന്ന ഒരു വെജ് പ്യുവർ വെജ് ഫ്രൈ ആണ്. ഫ്രൈ അല്ല, ശുക്കയാണിത്. തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ തിളച്ച വെള്ളം സോയാബീനകത്തേക്ക് ഒഴിച്ച് ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞ ശേഷം അത് നല്ലവണ്ണം ജീവനെടുക്കത്തക്ക രീതിയിൽ പിഴിഞ്ഞെടുത്ത് അത് രണ്ടായിട്ട് മുറിക്കുകയാണ്. ആദ്യത്തെ സ്റ്റെപ്പ് അതാണ്. അതവിടെ നിന്ന് ചൂടാക്കി ആറി വരുമ്പോഴത്തേക്ക് അതിലേക്ക് മുളക് പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി കുറച്ച് കാശ്മീരി ചില്ലി, കുറച്ച് കളറിന് വേണ്ടിയിട്ടാണ്. അതിലേക്ക് കുറച്ച് നാരങ്ങ നീര്, നാരങ്ങ പിഴിഞ്ഞ് കുരുവെല്ലാം എടുത്ത് മാറ്റി വെച്ചിട്ടാണ് ഒഴിച്ചത്. നാരങ്ങ നീര് ഒഴിച്ച് നല്ലവണ്ണം ഇളക്കി ഞെക്കി അമർത്തി ഉള്ളിലേക്ക് പിടിക്കത്തക്ക രീതിയിൽ അമർത്തി അവിടെ വെച്ചേക്കുക. അവിടെ ഇരിക്കട്ടെ. അപ്പോഴത്തെ ബാക്കിയുള്ള പരിപാടി നോക്കാം നമുക്ക്. തക്കാളി, പച്ചമുളക്, സവാള ഇത്രയും മാത്രം അരിഞ്ഞ് വയ്ക്കുക. പിന്നെ ഒരു ശകലം സവാള, ഒരു ശകലം പുളി, വെളുത്തുള്ളി, ചുവന്ന മുളക്, മല്ലി ഇത്രയാണ് വേണ്ടത്. ഒരു സവാള പകുതിയെ മതി. ഇപ്പോൾ ഈ ഭാഗത്തേക്ക് ഇട്ടിട്ടുണ്ട്. അത് നന്നായിട്ട് ഒരു ചട്ടിയിൽ നന്നായിട്ട് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. കുറച്ച് ഉലുവ ഇട്ടിട്ടുണ്ട്. അതിൽ കുറച്ച് എണ്ണ, ഒരു തുള്ളി പേരിന് വേണ്ടി ഇത്തിരി എണ്ണ ഒഴിച്ചിട്ട് അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടി അത് നല്ല വറുത്തെടുത്ത് മാറ്റി അവിടെ വെച്ചപ്പോഴത്തേക്ക് നമ്മൾ ചിരകിയ തേങ്ങ ഒന്ന് ചൂടാക്കുന്നേ ഉള്ളൂ. അതിൻ്റെ പച്ചമണം മാറാൻ വേണ്ടി മാത്രം. അതിന് എണ്ണയൊന്നും ഒഴിക്കുന്നില്ല. അത് ചൂടാക്കി മാറ്റി വെച്ചു. അടുത്ത ഒരു ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ആ എണ്ണയിലേക്ക് നേരത്തെ മസാല പുരട്ടി വെച്ചിരുന്ന സോയാബീൻ അതിലേക്കിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ്. എങ്ങനെ, ഹാഫും അല്ല ഫുള്ളും അല്ല, ഒരു 3/4 ഭാഗം ഫ്രൈയിൽ ആക്കിയെടുക്കുകയാണ്. നമുക്ക് ഇറച്ചി ചവയ്ക്കുന്ന ആ പരുവത്തിന് കിട്ടണം. അതിലേക്ക് നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ചിരുന്ന മുളക്, സവാള, പച്ചമുളക്, കറിവേപ്പില, ആ വെളുത്തുള്ളി, ആ സാധനങ്ങളെല്ലാം കൂടെ ചേർത്തിട്ട് മല്ലി എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ്. നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി മാറ്റി വെച്ചാൽ അതിലേക്ക് നമ്മൾ നേരത്തെ ചെറുതായിട്ട് ചൂടാക്കി വെച്ച തേങ്ങ ജാറിലിട്ടൊന്ന് ചതച്ചെടുക്കുന്നേ ഉള്ളൂ. ഇത് അരയ്ക്കുന്നില്ല, ചതച്ചാണ് എടുക്കുന്നത്. ഈ പരുവത്തിൽ ചതച്ചെടുക്കുക. ചതച്ചെടുത്ത ശേഷം വീണ്ടും നമ്മൾ ചട്ടി വയ്ക്കുന്നു. അതിലേക്ക് കുറച്ച് കൂടുതൽ എണ്ണ ഒഴിക്കുന്നു. ഇതിനൊന്നും അളവ് പറയുന്നില്ല. നിങ്ങളുടെ ഇഷ്ടത്തിന്, എരിവിനനുസരിച്ച് എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ ചേർക്കാം. കറുവപ്പട്ട, ഗ്രാമ്പൂ അതെല്ലാം അവിടെ അതിലേക്ക് ഇട്ടു. ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന സവാള, തക്കാളി, പച്ചമുളക്, കറിവേപ്പില ഇട്ട് നല്ലോണം വഴട്ടുക. നല്ല വഴറ്റി നല്ല ബ്രൗൺ കളറായി. അപ്പോൾ തക്കാളി എല്ലാം ഒന്ന് വെന്ത് കുറച്ച് ഉപ്പിട്ടാൽ വേഗമാകും. ഉപ്പിട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വഴറ്റി നല്ല പരുവത്തിനെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഹാഫ് ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന സോയാബീൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. സോയാബീൻ അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് നന്നായിട്ടൊന്ന് ഇളക്കി മസാലയൊക്കെ പിടിക്കത്തക്ക രീതിയിലേക്ക് ഒന്ന് ഇളക്കിയെടുക്കുക. പിന്നെ കുരുമുളക് പൊടി ചേർക്കുന്ന ഓപ്ഷനാണ്, നിങ്ങളിഷ്ടമാണ്. ഞാനിപ്പോൾ എന്തായാലും കുരുമുളക് പൊടി ചേർത്തിട്ടില്ല. ഇനി നമുക്ക് ചേർക്കാനുള്ളത് കുറച്ച് ഗരം മസാല നേരത്തെ നമ്മൾ ചേർത്ത് മിക്സാക്കിയപ്പം ചേർത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ കുറച്ച് ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കും അതിനകത്തേക്ക്. അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് കുഴമ്പ് പരുവത്തിലാക്കി വെച്ചിരിക്കുന്ന ആ ചൂടാക്കിയ സാധനം എല്ലാം കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്കിട്ട് അത് നല്ല ഇളക്കി പിടിപ്പിക്കണം. മസാല പിടിക്കട്ടെ, നല്ലോണം പിടിക്കുക. വെള്ളം ഒന്നും ഒഴിക്കുന്നില്ല നമ്മളിപ്പോൾ. ഇതുവരെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടില്ല. നമുക്ക് ആ സോയാബീനകത്തുണ്ട് വെള്ളം. തിളച്ച് വന്നപ്പോഴത്തേക്ക് അടിക്കൊന്നും പിടിച്ചിട്ടില്ല. ഭംഗിയായിട്ട് വെള്ളം മയത്തിൽ തന്നെ ഉണ്ട്. ഇപ്പോഴും മണം വരുന്നുണ്ട്. നല്ല മണം ഇങ്ങനെ അടിച്ച് കയറുന്നുണ്ട്. ഇറച്ചി വേവിച്ച് വരുന്ന അതേ മണം ശരിക്കും ഇറച്ചി. ഗരം മസാല ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ഗരം മസാല ചേർത്തിട്ടുണ്ട്. നമ്മൾ ചേർക്കാനുള്ള സാധനം ചേർത്ത് പിന്നെ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ. നമ്മുടെ പരിപാടി ഏകദേശമല്ല 99% കഴിഞ്ഞിട്ടുണ്ട്. അത് ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കുകയാണ്. ഇത് ഫ്രൈയും അല്ല, ശുക്കയാണിത്. ഇത് നിങ്ങൾ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പ്യുവർ വെജാണ്. എന്നാൽ ഇറച്ചി കറി കഴിക്കുന്ന അതിനേക്കാളും ടേസ്റ്റിൽ കഴിക്കാൻ പറ്റും. സോയാബീൻ എല്ലാവർക്കും വേണ്ട, പുച്ഛമാണ്. പ്ലേറ്റിലായി കഴിഞ്ഞു. ഇതാണ്, ടേസ്റ്റാണ്. നിങ്ങൾ വെച്ച് നോക്കുക. കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. സഹകരിക്കുക. ഇഷ്ടപ്പെട്ട സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.